ബാപ്പയുടെ വെപ്രാളം കണ്ടിട്ട് നോറിച്ചിക്ക് എന്തോ കാര്യമായ അസുഖമുള്ള പോലെ തോന്നല്ലോ. രക്തം പോക്ക് കുറച്ച് കൂടുതലാണെന്നാ ഉമ്മ പറഞ്ഞത്. ഭയപ്പെടാനൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോ ബോധം തെളിയും. ശരി. ഈ നില തുടർന്നു പോയാൽ അവരുടെ ജീവന് തന്നെ ഭീഷണി അയക്കും. എന്താ ഡോക്ടർ? തൽക്കാലം ഭയപ്പെടാനൊന്നുമില്ല. മറ്റു വിശേഷങ്ങളൊക്കെ ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. മയക്കം തെളിയുമ്പോ ഞാൻ തന്നെ മരുന്ന് കൊടുക്കണം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. എന്താണ് അമ്മ ഡോക്ടർ പറഞ്ഞത്? ഉമ്മ കരയുന്നു. എന്താണ് അമ്മ കാര്യം? കാര്യം പറ ഉമ്മ. ഞാൻ നിന്റെ ദുർവിധി ഓർത്ത് കരഞ്ഞു പോയതാ മോനെ. ദുർവിധിയോ? ഉമ്മ എന്തോ മറച്ചു പിടിച്ച് സംസാരിക്കുന്നു. എന്താണ് ഉമ്മ? ഞാൻ എന്തിനു മറച്ചു പിടിക്കുന്നു? അല്ലെങ്കിൽ ഇത് എത്ര നാളത്തേക്കാണ് മറച്ചു പിടിക്കാനാവുക? ഉമ്മ മോൻ വിഷമിക്കരുത്. ഒരു ബാപ്പയാകാനുള്ള ഭാഗ്യം അല്ലാതെ നിനക്ക് വിധിച്ചിട്ടില്ല. എന്താണ് അമ്മ പറഞ്ഞത്? നൂർജഹാൻ മേലാൻ ഗർഭിണിയാകാൻ പാടില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അവളുടെ ജീവന് വലിയ ആപത്തായിരിക്കും. ഇത് മുഴുവൻ കുടിക്കും. ക്ഷീണമെന്ന് മാറട്ടെ. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ? പരിശോധന തുടങ്ങുമ്പോഴേക്കും എനിക്ക് ബോധമില്ലാതായി. പിന്നീട് നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഭയപ്പെടാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. സാർ, ഈ ഫയലൊന്ന് ഒപ്പിടണം. അടച്ചു. അജ്മീർ ഖാരിയെ പറ്റിയുള്ള പാട്ടിന്റെ കാസറ്റ് ഉണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് വെക്കാമോ? അജ്മീറിലെ ദർഗയെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താ കാര്യം? അവിടേക്ക് നേർച്ച നടന്നാൽ ഏത് പ്രസവിക്കാത്ത സ്ത്രീയും പ്രസവിക്കുമത്രേ. 4-5 വർഷങ്ങൾക്ക് മുമ്പ് സുഹൃത്തുക്കളുമായി ഞാൻ അജ്മീറിൽ പോയപ്പോ നടന്നു കാണും. അത്രയ്ക്ക് മഹാത്മ്യമുള്ള സ്ഥലമാണ് അജ്മീർ. നമുക്ക് അജ്മീറിലേക്ക് ഒരു നേർച്ച നേരം. തീർച്ചയായും നൂർജ് പ്രസവിക്കും. തീരെ പ്രസവിക്കാത്ത സ്ത്രീകളുടെ കാര്യത്തിൽ നീ പറഞ്ഞ ശരിയാവും. നൂർജഹാന്റെ കഥ അതാണോ? അവളിനി ഗർഭം ധരിക്കാനേ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവളുടെ ജീവനിട്ട് പന്താടുന്ന കാര്യത്തിൽ എനിക്കെന്തോ തീരെ മനസ്സ് വരുന്നില്ല. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനിച്ചു. ലാഭവും നഷ്ടവും ബിസിനസിന്റെ മുഖമുദ്രകളാണ്. നഷ്ടം വന്നതിന്റെയൊക്കെ മുഴുവൻ ഉത്തരവാദിത്വവും എന്റെ മേൽ വെക്കാൻ ശ്രമിക്കണ്ട. ബിസിനസ്സിൽ നഷ്ടം വന്നാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ നടന്നത് ചതിവാണ്. ഐ മീൻ ചീറ്റിംഗ്. മാന്യന്മാരെ അപമാനിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ ഹലോ
ഇക്കറിയാമോ ഈ വീട്ടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി? വീട്ടുവാടക കൊടുത്തിട്ട് മാസം 2 സബിനെ, ഇല്ല, ഇനി ഞാൻ ഒന്നും വിളിച്ചു വെക്കില്ല. ഇക്ക എല്ലാം അറിയട്ടെ. കറണ്ട് ചാർജ് കൊടുക്കാത്തോണ്ട് ഇലക്ട്രിസിറ്റിക്കാർ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി. പാൽക്കാരനെയും പലചരക്കാരനെയും കൊണ്ട് സഹിക്കാൻ വയ്യാതായി. എല്ലാം എന്റെ മാത്രം കുറ്റം കൊണ്ടാണോ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അയാളോട് പങ്കുചേർന്നത്? ആരും ആരെയും കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. ഏതായാലും കഴിഞ്ഞു നോക്ക്, കഴിഞ്ഞു. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ടിക്ക, ഇതൊക്കെ എന്നെ നേരെയാക്കിയിട്ടല്ലാതെ ഞാനിനി അങ്ങോട്ട് വരില്ല. ഏതായാലും തൽക്കാല ആവശ്യങ്ങൾക്ക് വെച്ചോളൂ. വേണ്ട, ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല. എന്നെങ്കിലും ഇവിടത്തെ പൊറുതി മതിയാന്ന് തോന്നുമ്പോ നിങ്ങൾ അങ്ങോട്ട് പോരും. ബാപ്പ, നീ എന്താ ഒറ്റയ്ക്ക്? അയ്യൂബ് എവിടെ? വന്നില്ല. ഞാൻ പിണങ്ങിപ്പോന്നതാ. കാരണം? അദ്ദേഹം എല്ലാം നശിപ്പിച്ചു. നശിപ്പിച്ചെന്നോ? അയ്യൂബോ? ചെറുപ്പത്തിലെ ഉമ്മ മരിച്ചുപോയ നിന്നെ ഞാൻ ലാളിച്ചു വളർത്തി. മറ്റൊരു വിവാഹത്തിന് പലരും നിർബന്ധിച്ചിട്ടും നിന്റെ സുഖജീവിതത്തെ ഓർത്ത് ഞാനതിന് മുതിർന്നില്ല. ഭേദപ്പെട്ട രീതിയിൽ സ്ത്രീധനം കൊടുത്ത് നിന്നെ കെട്ടിച്ചയച്ചതും നിന്റെ സുഖജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ്. അങ്ങനെ ഒരു ബാപ്പയുടെ കടമ ഞാൻ നിർവഹിച്ചു. പക്ഷെ ഒരു മകളുടെ കടമ നീ നിറവേറ്റിയില്ല. വലിയൊരു തുക സ്ത്രീധനവുമായി ചെന്നവളാണെന്ന് നീ അഹങ്കരിച്ചു. നീ അയ്യൂബിനെ കൊണ്ട് അവന്റെ സ്ത്രീധന തുക വാങ്ങിപ്പിച്ചു. ആ കുടുംബമായുള്ള അവന്റെ ബന്ധം നീ തകർത്തു. ഒരു ആർഭാട ജീവിതത്തിന് നീ അവനെ പ്രേരിപ്പിച്ചു. അങ്ങനെ എല്ലാം നശിച്ചു. എന്നിട്ടിപ്പോ എല്ലാ കുറ്റവും അവന്റെ മേൽ ചുമത്തിയിട്ട് നീ ഇറങ്ങിപ്പോന്നിരിക്കുന്നു. ഭാര്യ നിൽക്കേണ്ടത് പാപ്പായുടെ വീട്ടിലല്ല, ഭർത്താവിന്റെ കൂടെയാണ്. നിനക്ക് പോകാം. ഇനി കരഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്ന് നീ അയ്യൂബിനെയും കുട്ടി ഇങ്ങോട്ട് വരുന്നോ അന്നേ നിനക്ക് ഈ വീട്ടിൽ പ്രവേശനമുള്ളൂ. നിനക്ക് പോകാം. അല്ല, ഇതാര്? വരും. ഞാൻ തന്നെ. അല്ലടാ, നീ എന്ത് നെരുവേടാടി കാണിച്ചത്? എന്തിരിക്കാൻ? നീ നമ്മളെ 3% കണക്ക് തീർത്ത് തരാണ്ട് നിന്റെ സ്ത്രീധനവും മേടിച്ചോണ്ട് കടന്നു കളഞ്ഞില്ലേ? അത്ര ശരിയായില്ല. ശരിയായില്ല. അതൊക്കെ ഉമ്മയോട് മേടിക്കണം. ഇതെന്ത് വർത്താനോട് ഈ പറയണത്? ഉമ്മാരിന് കാശ് ചോദിച്ചാൽ അവിടെ ചെന്നപ്പോ നിന്നോട് മേടിച്ചാണ് അവര് പറഞ്ഞത്. നേരല്ലേ? സ്ത്രീധനം മേടിച്ച് നീ ഇങ്ങാട് പോകുന്നില്ലേ? പിന്നെ അവരവിടുന്ന് വരാനാണ്. എന്ത് വൃത്തികൾ പറയത്തില്ല. കമ്മീഷണർക്ക് ബാക്കി എന്താ വരേണ്ടത്? എന്റെ മോൻ കണക്കൂട്ടിട്ട് പറഞ്ഞത് 7655 പൈസ ഇല്ലെന്നാണ്. അല്ല കമ്മീഷണറെ, ഞാൻ ഈ പൈസ ഒരുമിച്ച് തന്നാൽ താനത് നശിപ്പിച്ചു കളയില്ലേ? ഈ കാശിനുള്ള ബഡ്ജറ്റൊക്കെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീടൊന്ന് റിപ്പയർ ചെയ്യണം, ബീവിക്കൊരു നീട്ടിയും മേടിക്കണം സ്വർണത്തിന്റെ. പിന്നെ കാശ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു പശുവിനെ മേടിക്കണം. അതിനുശേഷം പശു. അപ്പോ 7600 രൂപയല്ലേ കമ്മീഷണർക്ക് ബാക്കി വരേണ്ടത്? 8000-ന് 400 കുറവ്. കണക്ക് കറക്റ്റാണ്, സമ്മതിച്ചിരിക്കണേ. അപ്പൊ നാളെ രാവിലെ ബാങ്ക് തുറന്നാലുടൻ മാറത്തക്ക വേണം ഞാൻ 8000-ന് ഒരു ചെക്ക് തരാം. ഓക്കെയാണ്. പക്ഷെ ഒരു കാര്യം, ചെക്കിൽ ബാക്കിയുള്ള 400 രൂപ കമ്മീഷണർ ഇപ്പൊ എനിക്ക് തരണം. എന്താ ആലോചിക്കുന്നത്? രൂപയില്ലേ? ഇപ്പൊ 400 രൂപ തന്നാലേ ചെക്ക് തരാൻ പറ്റൂ. കാശില്ലാഞ്ഞിട്ടല്ല, വേറെ അത്യാവശ്യത്തിന് വെച്ചിരിക്കണേ. ഏത് അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്നതായാലും അതിന് തരണം. നാളെ 8000 അല്ലേ കിട്ടാൻ പോകുന്നത്? നേരാണല്ല, അത്യാവശ്യമൊക്കെ അപ്പ നടത്താം.
1 2 3 4 ആയോ? അത് വേണ്ട. 1 2 3 4. അല്ല, നാളെ ചെക്കപ്പ മാറാ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. അതെ. നാളെ 8000 ആണല്ലോ. അമ്മായിക്ക് ഈയിടെയായി ഏത് സമയം ആലോചനയാണല്ലോ. എന്റെ ഭാഗ്യദോഷത്തെ കുറിച്ച് ഓർത്താവും അമ്മായി സങ്കടപ്പെടുന്നത്. അതത്ര നിസ്സാരമായ കാര്യമാണോ മോളെ? സ്വപ്ന വീട് വിട്ടുപോയി. അയ്യൂബിന് തിരിച്ചു വീട്ടു കാലം ഒത്തില്ലത്രേ. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആശ നിന്നിലായിരുന്നു. ആ നിന്നെ പടച്ചോൻ ഈ നിലയിലുമാക്കി. ഈ വീട്ടുമുറ്റത്ത് ഒരു കുഞ്ഞിക്കാല് കണ്ട് മരിക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് വിധിച്ചിട്ടില്ല. നീ എന്തിനാ കരയുന്നത്? കരയാൻ വിധിച്ചവർക്ക് ചിരിക്കാനാവൂ? ഷമീറിന് നേരിട്ട ദുർവിധിയെ കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെ കരയാതിരിക്കും? ഞാനും അതേ ആലോചിച്ചുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. നൂർജഹാൻ മനസ്സ് വെച്ചാൽ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാനാവും. നീ നിർബന്ധിച്ചു പറഞ്ഞാൽ ഷമീർ ഒരുപക്ഷെ 2ാം വിവാഹത്തിന് സമ്മതിച്ചേക്കും. ഞാനും ഇത് ആലോചിച്ചാണ് മോളെ. ഇങ്ങനെയല്ലാതെ ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേറൊരു മാർഗം ഞാനും കാണുന്നില്ല മോളെ. പെങ്ങളുടെ മോനെ കൊണ്ട് കെട്ടിച്ച് കുടുംബം നശിപ്പിച്ചു വരുന്ന പേര് ദോഷം നാളെ ആരും പാമയുടെ പേര് ചുമത്തരുത് മോളെ.